നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം തുടരുന്നു. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സമരം ചെറുകിട ആശുപത്രികളെ ബാധിക്കുമെന്ന് ആശങ്ക. ശമ്പള വർധനവിനെ ഭാഗികമായി അംഗീകരിച്ച് ചില മാനേജ്മെന്റുകൾ. ഗാർഹിക പീഡന പരാതി. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവാവിന്റെ കാൽവെള്ള പോലീസ് അടിച്ചു പൊട്ടിച്ചതായി പരാതി. സംഭവത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഓയൂർ സ്വദേശി രാജുവിനെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയാണ് 12-കാരിയെ പീഡിപ്പിച്ചത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് 34,26,00,000 ബജറ്റ്. PMAY പദ്ധതിക്കായി 3,23,00,000 പട്ടികജാതി വികസന പദ്ധതികൾക്കായി 3,20,00,000 വകയിരുത്തി. അഞ്ചൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനായി 1.5 കോടി രൂപ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം തുടരുന്നു. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇതേസമയം സമരം ചെറുകിട ആശുപത്രികളെ ബാധിക്കുന്ന സ്ഥിതിയാണ്. ചില മാനേജ്മെന്റുകൾ ശമ്പള വർധനവിനെ ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. ശമ്പള വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ അനിശ്ചിതകാല പണിമുടക്ക് തുടരുന്നത്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. പണിമുടക്കിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ ആശുപത്രികൾക്ക് മുന്നിൽ നഴ്സുമാർ സമരം നടത്തിവരികയാണ്. അതിജീവനത്തിനായുള്ള പോരാട്ടം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ സമരം നടത്തിവരുന്നത്. തുല്യജോലിക്ക് തുല്യവേതനം, നഴ്സുമാർക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, മറ്റ് ആശുപത്രി ജീവനക്കാർക്ക് ആനുപാതികമായ ശമ്പള വർധനവ് നടപ്പാക്കുക, UGC സ്കെയിൽ ശമ്പളം നടപ്പാക്കുക, ഡോക്ടർ ബൽറാം കമ്മിറ്റി, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, വീരകുമാർ കമ്മിറ്റി റിപ്പോർട്ടുകൾ നടപ്പാക്കുക, NHM, പാലിയേറ്റീവ് കെയർ, MLSP, HDS, EMT ജീവനക്കാർക്കും തുല്യജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ആസ്റ്റർ PMF-ൽ നിന്നാണ്. ആസ്റ്റർ PMF-ലെ 120 സ്റ്റാഫുകൾ ഇവിടെ ആസ്റ്റർ PMF-ന്റെ ഫ്രണ്ടിൽ വഴിയിൽ നിന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുവരെയും മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് യാതൊരു ചർച്ചയ്ക്കും അവർ വിളിച്ചിട്ടുമില്ല. അവരൊരു ഒത്തുതീർപ്പിന് തയ്യാറുമല്ല. ഞങ്ങൾ ഇത്രയും പേര് ഇന്നും തുച്ഛമായ വേതനത്തിനാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എന്തായാലും നമ്മൾക്ക് സാലറി കൂട്ടി തന്നേ പറ്റത്തുള്ളൂ. കാരണം സാലറി കൂട്ടി തരുന്നത് വരെ ഞങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് കൂലിപ്പണിക്കാർക്ക് പോലും 1,200 രൂപ ശമ്പളമുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് വെറും 800 രൂപ പോലും ഇന്നത്തെ കാലത്ത് ശമ്പളം കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ വെറും 1,333 രൂപയാണ് ശമ്പളം ചോദിക്കുന്നത്. ആ 1,333 രൂപ ശമ്പളം ഞങ്ങൾക്ക് തരുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതേസമയം സമരത്തിന്റെ ഭാഗമായി ചെറിയ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുന്ന സ്ഥിതിയാണ്. ചില വൻകിട ആശുപത്രികളാകട്ടെ ഭാഗികമായി ശമ്പള പരിഷ്കരണത്തെ പിന്തുണയ്ക്കുന്നു. എന്നാൽ 40,000 രൂപ അടിസ്ഥാന ശമ്പളമായി വർദ്ധിപ്പിച്ചു നൽകാൻ കഴിയില്ലെന്നാണ് മിക്ക സ്വകാര്യ ആശുപത്രികളും നിലപാടെടുത്തിട്ടുള്ളത്. ഇതേസമയം സംസ്ഥാന സർക്കാർ 25,000 രൂപ അടിസ്ഥാന ശമ്പളമായി നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിനെ അംഗീകരിക്കാൻ സ്വകാര്യ മാനേജ്മെന്റുകൾ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഏരൂർ ഗ്രാമപഞ്ചായത്തിന് 58 കോടിയുടെ ബജറ്റ്. പഞ്ചായത്തിലെ എല്ലാ LP സ്കൂളുകളിലും സൗജന്യ പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ബജറ്റ് ലക്ഷ്യമിടുന്നു. ഉൽപാദന സേവന മേഖലകൾക്കാണ് ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. 58,20,61,890 രൂപ വരവും 56,80,20,548 രൂപ ചെലവും 1,40,41,342 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത്.
വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ബാലചന്ദ്രനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബാക്കി എന്ന് പറയുന്നത് നമ്മൾ പദ്ധതി തയ്യാറാക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ഫണ്ടിലുള്ളത് 2,95,17,770 രൂപയാണ് നമ്മുടെ ബാക്കി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഈ വർഷത്തെ റവന്യൂ വരുമാനം അത് 21,60,68,800 രൂപയാണ് നമ്മുടെ റവന്യൂ വരുന്നത്. നമ്മുടെ പഞ്ചായത്തിനുള്ള തനത് വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ടാക്സുകൾ, പ്രൊഡക്ഷൻ ടാക്സ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ടാക്സ്. അത് കഴിഞ്ഞ് നമ്മുടെ മൂലധന വരവുകൾ, നമുക്ക് കിട്ടുന്ന ഗ്രാൻറ്റുകൾ, നമ്മുടെ NRLGസിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ പ്ലാൻ ഫണ്ട്, നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ്, അത് 33,64,87,320 രൂപ. അങ്ങനെ മൊത്തം നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 58,20,61,890 രൂപയാണ് നമ്മുടെ മൊത്തം വരുമാനം എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ LP സ്കൂളുകൾക്കും സൗജന്യ പ്രഭാത ഭക്ഷണം ബജറ്റ് ലക്ഷ്യമിടുന്നു. ഇതിനായി 10 ലക്ഷം രൂപ നീക്കിവെച്ചു. നികുതിയേതര വരുമാനങ്ങളുടെ ചോർച്ച തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് ഉൽപാദന സേവന മേഖലകൾക്ക് ആവശ്യമായ പ്രാധാന്യം ബജറ്റിൽ നൽകിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിൽ റോഡുകൾ, കെട്ടിടങ്ങൾ, കലുങ്കുകൾ, നടപ്പാതകൾ എന്നിവയുടെ നിർമ്മാണം, നവീകരണം, ടാറിംഗ്, മെറ്റലിംഗ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തി. തെരുവ് വിളക്ക് സ്ഥാപിക്കൽ, പരിപാലനം എന്നിവയ്ക്കും തുക മാറ്റിവെച്ചു. കാർഷിക മേഖലയിൽ നെൽകൃഷി, കിഴങ്ങുവർഗ, സുഗന്ധവിള കൃഷി, വാഴ, പയർ കൃഷി ഉൾപ്പെടെയുള്ളവയ്ക്ക് തുക നീക്കിവെച്ചിട്ടുണ്ട്. മൃഗസംരക്ഷണ, ക്ഷീരവികസന മേഖലയിൽ പശു, ആട്, പോത്തുകുട്ടി വളർത്തൽ, ക്ഷീരകർഷകർക്ക് വിവിധ സബ്സിഡികൾ, ക്ഷീരഗ്രാമം പദ്ധതി, മൃഗാശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങി നൽകൽ തുടങ്ങിയ പദ്ധതികൾക്കും ആരോഗ്യ മേഖലയിൽ അലോപ്പതി, ആയുർവേദ, ഹോമിയോ ആശുപത്രികൾക്ക് മരുന്ന് വാങ്ങി നൽകൽ, പാലിയേറ്റീവ് പരിചരണം, വയോജന സംരക്ഷണം എന്നിവയ്ക്കും തുക നീക്കിവെച്ചു. ലൈഫ് ഭവന പദ്ധതിക്കും ആവശ്യമായ തുക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കരവാളൂരിൽ ഹിന്ദു മഹാസമ്മേളനം നടത്തി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവരെ ആദരിച്ചു. കരവാളൂരിലാണ് ഹിന്ദു മഹാസമ്മേളനം സംഘടിപ്പിച്ചത്. ഹിന്ദു മഹാസമ്മേളനത്തിൽ ചടയമംഗലം ജ്ഞാനാനന്ദ ആശ്രമത്തിലെ സ്വാമി ദയാനന്ദ സരസ്വതി ദീപം തെളിച്ചു. സംഘാടക സമിതി പ്രസിഡന്റ് TS ജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ജനറൽ സെക്രട്ടറി D ശങ്കരമണി സ്വാഗതം പറഞ്ഞു. സ്വാമി ദയാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ച വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. P പ്രകാശ് കുമാർ, TK സോമശേഖരൻ, P ചന്ദ്രൻ, M ശ്രീധരൻ, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഗാർഹിക പീഡന പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവാവിന്റെ കാൽവെള്ള പോലീസ് അടിച്ചു പൊട്ടിച്ചതായി പരാതി. ഇരവിപുരം പനമൂട് സ്വദേശി പ്രബിനെയാണ് പോലീസ് മർദ്ദിച്ചത്. സംഭവത്തെ തുടർന്ന് DYFI പ്രവർത്തകർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മേഖലാ സെക്രട്ടറി അനന്ത വിഷ്ണുവിനെ പോലീസ് തടഞ്ഞുവെച്ചതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഭാര്യയുമായി അകന്നു താമസിക്കുന്ന ഇരവിപുരം പനമൂട് കോട്ടൂർ പടിഞ്ഞാറ്റത്തിൽ പ്രബിൻ മകളെ കാണാനായി ഭാര്യ ജോലി ചെയ്യുന്ന കടയിലെത്തി. എന്നാൽ മകളെ കാണിക്കാൻ ഭാര്യ തയ്യാറായില്ല. തുടർന്ന് പ്രബിന്റെ ഭാര്യ ഇരവിപുരം പോലീസിൽ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്നെന്ന് കാട്ടി പരാതി നൽകി. പ്രബിനെ പോലീസ് വിളിച്ചു വരുത്തിയ ശേഷം അകത്തെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി SIയും 2 പോലീസുകാരുമായി ചേർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ചു. സുഖമില്ലാത്തയാളാണ്, അടിക്കരുത് എന്ന് പറഞ്ഞതോടെ ബെഞ്ചിൽ കിടത്തി ഇരുകാലുകളും 2 പോലീസുകാർ പിടിച്ചുവെക്കുകയും SI ലാത്തി കൊണ്ട് ഇരുകാലുകളിലും മർദ്ദിച്ചെന്നാണ് പരാതി. തുടർന്ന് പ്രബിനെ പറഞ്ഞുവിട്ടു. ഇയാൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കാണാൻ ഞാൻ പോവുകയാണത്. പോയി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ മോളെ എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. എടുക്കാൻ വന്ന് ആ കട ഓണർ എൻ്റെ അടുത്ത് പറയുന്നത്, മോനെ നീ വീട്ടിൽ പോടാന്ന് പറഞ്ഞു. വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഓണർ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി കേട്ടാന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി തിരിച്ചു പോരാൻ നേരം ഒരു 2 മണിയാവും സാറ് വിളിക്കുന്നു. 10 മണിയാവും ഇന്ന് 10 മണിയാവും നിങ്ങൾ പോലീസുകാരുടെ അടുത്ത് വരാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞ് ഞാൻ 10 മണിയായി ഞാൻ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഭാര്യ ഞാൻ പറയുന്ന വാക്ക് അവർ വിട്ടുതരുന്നില്ല. SI വിട്ടുതരുന്നില്ല. എന്നെ റൂമിൽ കൊണ്ടുപോയി ആദ്യം തല കുഴിച്ച് വെച്ച് ഇടിക്കാൻ പോയി. ഞാൻ പറയും സാറേ ഞാൻ ജോലി ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് എന്നെ ഇടിക്കില്ലേ എന്ന് പറഞ്ഞു. എന്നെ നീട്ടി വെച്ച്
എന്നെ കാല് നീട്ടി കുത്തിയിരുത്ത് അപ്പുറപ്പുറം 2 പോലീസുകാർ എന്നെ പിടിച്ചിരുത്തി കമ്പ് വെച്ച് 2 അടി. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അനന്തവിഷ്ണുവിനെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചു. ഇതേ തുടർന്ന് സ്റ്റേഷനിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് 34,26 ലക്ഷത്തിന്റെ ബജറ്റ്. PMAY പദ്ധതിക്കായി 3,23 ലക്ഷവും പട്ടികജാതി വികസന പദ്ധതികൾക്കായി 3,20 ലക്ഷവും വകയിരുത്തി. അഞ്ചൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനായി 1.5 കോടി രൂപ നീക്കിവെച്ചു. MCFനായി 1 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 34,26,64,000 രൂപ വരവും 34,64,34,000 രൂപ ചെലവും 37,70,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS ഷിജു അവതരിപ്പിച്ചത്. താഴെത്തട്ടിലെത്തിക്കുന്ന ജീവനാഡിയായി പ്രവർത്തിച്ചു വരികയാണ്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ സുദീർഘമായ പങ്കാണ് വഹിച്ചു വരുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലൂടെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും ജനങ്ങൾക്ക് സേവനങ്ങൾ കാലതാമസം കൂടാതെ ലഭ്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ദൈനംദിന സേവന ഭരണ പ്രവർത്തനങ്ങൾ K-സ്മാർട്ടിലൂടെ പൂർണ്ണമായും സജ്ജീകരിച്ചതോടെ ഇത്തരം പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ജനങ്ങൾക്ക് അവരുടെ വീട്ടിലിരുന്നു തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ആയതിൻ്റെ സ്റ്റാറ്റസ് സമയാസമയങ്ങളിൽ മനസ്സിലാക്കുന്നതിനും ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രവർത്തന ശൈലി കാലോചിതമായ മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും അവയുടെ തനതായ പദ്ധതികൾ കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 20,80,000 രൂപയും മൃഗസംരക്ഷണ മേഖലയിൽ 94,71,340 രൂപയും പ്രാദേശിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് 54,87,220 രൂപയും പട്ടികജാതി വിഭാഗത്തിൽ വിവിധ പദ്ധതികൾക്കായി 3,20,93,000 രൂപയും പട്ടികവർഗ വികസനത്തിനായി 24,84,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. പാർപ്പിട മേഖലയിൽ 66,49,160 രൂപയും PMAY പദ്ധതിക്കായി 3,23,10,720 രൂപയും ഉൾപ്പെടുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി 53,50,000 രൂപയും വയോജന ഭിന്നശേഷി വിഭാഗത്തിനായി 51,98,610 രൂപയും ആരോഗ്യ മേഖലയിൽ കുളത്തൂപ്പുഴ അഞ്ചൽ CHCകളുടെ വികസനത്തിനായി ജനറൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപയും മരുന്നുകൾ വാങ്ങി നൽകുന്നതിന് 79 ലക്ഷം രൂപയും കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി 6,72,000 രൂപയും ആയുർവേദ ആശുപത്രിയിൽ മരുന്ന് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപയും അഞ്ചൽ CHCയിൽ 2ാം നില നിർമ്മിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി 1.5 കോടി രൂപയും കുളത്തൂപ്പുഴ അഞ്ചൽ CHCകളിൽ പാലിയേറ്റീവ് പരിചരണത്തിനായി 25 ലക്ഷം രൂപയും വകയിരുത്തി. ടൂറിസം രംഗത്ത് തെന്മല, കുളത്തൂപ്പുഴ, ആര്യങ്കാവ് പഞ്ചായത്ത് പരിധിയിൽ വിവിധ മേഖലകളെ കോർത്തിണക്കി ടൂറിസം സർക്യൂട്ട് നടപ്പാക്കാൻ ആദ്യഘട്ടമെന്ന നിലയിൽ 10 ലക്ഷം രൂപയും കുടിവെള്ള പദ്ധതിക്കായി 70 ലക്ഷവും ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി 70 ലക്ഷവും അഞ്ചലിൽ MCF നിർമ്മിക്കാൻ 1 കോടിയും വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം പൂർത്തീകരിക്കുന്നവർക്ക് ഓണം അലവൻസ് നൽകുന്നതിനായി 2 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പശ്ചാത്തല സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി കരുനാഗപ്പള്ളി നഗരസഭാ ബജറ്റ് 84,51 ലക്ഷത്തിന്റെ ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ അവതരിപ്പിച്ചത്. ചിൽഡ്രൻസ് പാർക്ക്, സ്റ്റേഡിയം എന്നിവയും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. ഉൽപാദന പശ്ചാത്തല സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് കരുനാഗപ്പള്ളി നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചത്.
84,51,65,551 രൂപ വരവും 59,09,33,110 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ അവതരിപ്പിച്ചത്. 5,92,70,000 രൂപ ആകെ ചെലവും 31,12,941 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2026-27 വർഷത്തെ മതിപ്പ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2026-27 ലഭ്യമാകും എന്ന് കരുതുന്ന വരവിന്റെയും ചെലവിന്റെയും പ്രതീക്ഷയോടുകൂടിയതും നഗരസഭയുടെ സമഗ്രമായ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും മികവാർന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ലഭ്യമായ വരുമാന സ്രോതസ്സുകളിൽ നിന്നുകൊണ്ട് ആശയങ്ങൾ ക്രമീകരിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ്. ഉൽപാദന മേഖലയിൽ ക്ഷീരകർഷകർക്ക് പാൽ സബ്സിഡി, തീറ്റ വസ്തുക്കൾ നൽകൽ, മൃഗാശുപത്രിക്ക് സൗകര്യങ്ങൾ ഒരുക്കൽ, നാളികേര വാഴകൃഷി വികസനം, പച്ചക്കറി തൈ വിതരണം, ഇടവിള കൃഷി, കന്നുകുട്ടി പരിപാലനം എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് 2,12,25,250 രൂപയും, പശ്ചാത്തല മേഖലയിൽ റോഡുകൾ, അംഗനവാടികളുടെ നവീകരണം, പാർക്കുകളുടെ നിർമ്മാണം, CCTV ക്യാമറകൾ സ്ഥാപിക്കൽ, നഗരസഭാ കാര്യാലയത്തിലും താലൂക്ക് ആശുപത്രിയിലും സോളാർ സിസ്റ്റം സ്ഥാപിക്കൽ, കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം, മാർക്കറ്റ് നിർമ്മാണം എന്നിവയ്ക്കായി 6,22,06,400 രൂപയും, സേവന മേഖലയിൽ ഭവന പുനരുദ്ധാരണം, വിവിധ സ്കൂളുകളുടെ മെയിൻ്റനൻസ് വർക്കുകൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രൗണ്ട്, ചിൽഡ്രൻസ് പാർക്കുകൾ, സ്റ്റേഡിയം തുടങ്ങിയ പദ്ധതികൾക്കായി 11,98,96,810 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി സോമരാജൻ അധ്യക്ഷത വഹിച്ചു. ചർച്ചകൾ നടത്തി, വികസന സെമിനാർ നടത്തി, അതിൽക്കൂടി ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബഡ്ജറ്റ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ 15 വർഷം കൊണ്ട് എറണാകുളം നഗരസഭയ്ക്കുണ്ടായ വളർച്ച, ഇനിയും ആ വളർച്ചയിൽ നിന്നും ബഹുദൂരം നമ്മുടെ എറണാകുളം നഗരം അതിവേഗം ഒരു വലിയ നഗരമായി എല്ലാവർക്കും ഗ്രാമങ്ങളില്ലാതെ തന്നെ നഗരങ്ങളായി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നുള്ളത് കരുനാഗപ്പള്ളി നഗരസഭയുടെ വികസനവും വളർച്ചയും അതിദ്രുതമാണ്. പി രാജു, മുനമ്പത്ത് ഗഫൂർ, എം ശോഭന, മോഹൻദാസ്, ആശാനിൽ, നഗരസഭാ സെക്രട്ടറി VS സന്ദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഓയൂർ സ്വദേശി രാജുവിനെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയാണ് പീഡിപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ തെങ്കാശിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഓയൂർ റോഡ് വിള തടത്തിവിള താമസക്കാരനായ 56-കാരനായ രാജുവിനെയാണ് 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയാണ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കേസ് നൽകിയതോടെ ഇയാൾ ഒളിവിൽ പോയി. തമിഴ്നാട് തെങ്കാശിയിൽ നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. പൂയപ്പള്ളി SHO അനിൽകുമാർ, SI രജനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിവിദഗ്ധമായി ഇയാളെ തെങ്കാശിയിൽ നിന്നും പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SPC കായംകുളം സബ് ഡിവിഷൻ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരേഡ് നടത്തിയത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കായംകുളം സബ് ഡിവിഷൻ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. ഓച്ചിറ പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത്. യു പ്രതിഭ MLA സല്യൂട്ട് സ്വീകരിച്ചു. രാമപുരം ഹയർ സെക്കൻഡറി സ്കൂൾ 3 സ്കൂളുകളാണ് ഏറ്റവും മനോഹരമായ രൂപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും സഹായത്തോടു കൂടിയാണ് ഇത്രയും ഭംഗിയായി നമ്മുടെ കുട്ടികളെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റാക്കി നമ്മുടെ നാടിന് സംഭാവന ചെയ്തിരിക്കുന്നത് എന്ന അഭിമാന മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. 3 സ്കൂളിലെയും GHSലെയും അതുപോലെ പ്രയാറിലെയും രാമപുരത്തെയും
പ്രധാന അധ്യാപകർ, അതുപോലെ തന്നെ PTA സംസ്ഥയുടെ ഭാരവാഹികൾ, കുഞ്ഞുങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ, നമ്മുടെ DYSP അടക്കമുള്ള കായംകുളത്തെ ഏറ്റവും പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെ ഇന്ന് കൂടിയിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരടക്കം. ഇന്ന് ഞാൻ നോക്കുമായിരുന്നു, ഈ ഓരോ പ്ലാറ്റൂണിനെയും നയിച്ചുകൊണ്ട് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ, നിങ്ങളെല്ലാവരും അഭിമാനത്തോടെയല്ലേ ഇത് കണ്ടത്, ഭംഗിയായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മാർച്ച് ചെയ്തത്. അവർക്ക് എത്രത്തോളം കഠിനമായ ഒരു പരിശീലനമായിരിക്കും ഈ കഴിഞ്ഞ കാലത്ത് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷനാണ് ഇന്ന് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ ഞങ്ങളെല്ലാം കണ്ടത്. കായംകുളം DYSP ബിനുകുമാർ T സമ്മാനദാനം നിർവഹിച്ചു. ആഭ്യന്തര വകുപ്പ് പോലീസുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് 2010 ആഗസ്റ്റ് മാസം 2-ാം തീയതി SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രോഗ്രാം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ചു. പക്ഷേ 2010-ലാണ് ആരംഭിച്ചെങ്കിലും അതിനുള്ള ശ്രമം ആരംഭിക്കുന്നത് വീണ്ടും 4 വർഷം മുമ്പാണ്. 2006 കൊച്ചി സിറ്റി പോലീസ് ജനകീയം എന്നുള്ള പ്രോഗ്രാം ഒരു 40 സ്കൂളുകളിൽ നിന്നായി 400 കുട്ടികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇൻഡോർ പ്രോഗ്രാംസും ഔട്ട്ഡോർ പ്രോഗ്രാംസും ഫീൽഡ് ട്രിപ്പുകളും എല്ലാം വിവിധ ഫാക്കൽറ്റികളെ ഉപയോഗിച്ച് നല്ല അവയർനെസ് ക്ലാസ്സും എല്ലാം എടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല അച്ചടക്കവും ബോധവും പൗരബോധവും ഒക്കെ സാമൂഹ്യ തിന്മയെ തിരിച്ചറിയാനുള്ളൊരു മനസ്സും ഉള്ള ഒരു നല്ല യുവതലമുറയെ സൃഷ്ടിക്കാൻ ഈ കുട്ടികളിലൂടെ സാധിക്കും എന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഈ ആഭ്യന്തര വകുപ്പും ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നമ്മളെ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളതും ഇന്നും ഓഗസ്റ്റ് മാസം 2-ാം തീയതി നമ്മൾ SPC ദിനമായിട്ട് ആചരിക്കുന്നു. പ്രഥമാധ്യാപകർ, കായംകുളം, കരിയിലക്കുളങ്ങര SHOമാർ തുടങ്ങിയവർ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടത്തിയത്. രാജ്യാന്തര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളിയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം നടത്തിയത്. കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവതാളം വേദിയിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. 8 മണിക്കൂറിലേക്ക് വന്ന് അപ്പം നമ്മുടെ പൂർവികർ നടത്തി കഴിഞ്ഞ പോരാട്ടം ഇപ്പം 8 മണിക്കൂർ മാറ്റാനുള്ള പരിശ്രമം നടത്തുമ്പോഴാണ് നമ്മളെല്ലാം കൂടി ഈ ഗ്രൗണ്ടിൽ കൂടിയിരിക്കുകയാണ്. ഞങ്ങളതൊന്നും അംഗീകരിച്ചിരുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള മാനസികാവസ്ഥയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മൾ ഇന്നിതെല്ലാം പറയുമ്പോഴും ഇപ്പം എത്ര വർഷം പിന്നിട്ടു. ഞാനൊരു രാധാമണി സാറിനോട് പറഞ്ഞു, 1910 വെച്ച് കൂട്ടിയാൽ ഇപ്പം 2026 ആകുമ്പം ഈ വനിതാ ദിനം ആചരിച്ചു തുടങ്ങിയിട്ട് 116 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. KG കനകം അധ്യക്ഷത വഹിച്ചു. C രാധാമണി ആമുഖ പ്രഭാഷണം നടത്തി. RK ദീപ, ബെൻസി രഘുനാഥ്, മിനികുമാരി, M ശോഭന, അമൃത, ശ്രീലത, B പത്മകുമാരി, ലളിത ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നഴ്സുമാരുടെ സമരം തുടരുന്നു. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സമരം ചെറുകിട ആശുപത്രികളെ ബാധിക്കുമെന്ന് ആശങ്ക. ശമ്പള വർധനവിനെ ഭാഗികമായി അംഗീകരിച്ച് ചില മാനേജ്മെന്റുകൾ. ഗാർഹിക പീഡന പരാതി. പോലീസ് സ്റ്റേഷനിൽ ഹാജരായ യുവാവിന്റെ കാൽവെള്ള പോലീസ് അടിച്ചു പൊട്ടിച്ചതായി പരാതി. സംഭവത്തെ തുടർന്ന് DYFI പ്രവർത്തകർ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പോക്സോ കേസിൽ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഓയൂർ സ്വദേശി രാജുവിനെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയാണ് 12-കാരിയെ പീഡിപ്പിച്ചത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് 34 കോടി 26 ലക്ഷത്തിന്റെ ബജറ്റ്. PMAY പദ്ധതിക്കായി 3 കോടി 23 ലക്ഷവും പട്ടികജാതി വികസന പദ്ധതികൾക്കായി 3 കോടി 20 ലക്ഷവും വകയിരുത്തി. അഞ്ചൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനായി 1.5 കോടി രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.